ഗീതാ സബരിയുടെ 5ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 3ാം അധ്യായമായ കർമ്മയോഗത്തിൽ 5ാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ വിചാരം ചെയ്യുന്നത്. ഭഗവത്ഗീതയുടെ ആ ഒരു കഥാസന്ദർഭം നമുക്ക് ഓർക്കാം. അർജുനൻ യുദ്ധരംഗത്ത് ശോകമോഹങ്ങളോടെ തേർത്തട്ടിൽ തളർന്നിരിക്കുന്നു. അർജുനനുണ്ടാകുന്ന തെറ്റിദ്ധാരണയാണ് മോഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മോഹം മലയാളത്തിലെ ആഗ്രഹം എന്നുള്ള അർത്ഥമല്ല, അവിവേകം എന്നുള്ള അർത്ഥമാണ്. അതായത് അധർമ്മത്തിനെതിരെ യുദ്ധം ചെയ്യാനെത്തിയ ക്ഷത്രിയനായ ഒരു സോൾജിയറായ ഈ അർജുനൻ പെട്ടെന്ന് തൻ്റെ അവസ്ഥ തെറ്റിദ്ധരിക്കുന്നു. തൻ്റെ മുമ്പിലുള്ളത് ഈ അധർമ്മികളായ കൗരവന്മാരുടെ കൂടെ നിന്ന് യുദ്ധം ചെയ്യുന്നത് തൻ്റെ പിതാമഹനായ ഭീഷ്മരും ദ്രോണരുമാണ്. അപ്പോൾ താൻ ഈ ഭീഷ്മ പിതാമഹൻ്റെ കൊച്ചുമകനാണ്, ഈ ദ്രോണരുടെ അരുമശിഷ്യനാണ് എന്ന ഒരു ധാരണ. യഥാർത്ഥത്തിൽ അധർമ്മത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന സോൾജിയർ എന്നുള്ള ഒരവസ്ഥ മറന്നിട്ട് ഞാൻ ഒരു കൊച്ചുമകൻ മാത്രമാണ്, ആ കൊച്ചുമകനാണെന്നുള്ള അവസ്ഥ ഈ പിതാമഹനായി നിൽക്കുന്ന സന്ദർഭത്തിൽ, അതൊന്നുകിൽ കൊട്ടാരത്തിനകത്തോ അല്ലെങ്കിൽ അവരുടെ പൂന്തോട്ടത്തിലോ എവിടെയെങ്കിലും അങ്ങനെ മുത്തച്ഛനായി നിൽക്കുന്ന സമയത്ത് കൊച്ചുമകൻ എന്നുള്ള ഒരവസ്ഥയ്ക്ക് യുക്തിയുണ്ട്. പക്ഷേ ഇവിടെ ഭീഷ്മർ തന്നെ സ്വയം ശംഖുമുഴക്കി ഈ കൊച്ചുമക്കളോട് യുദ്ധം ചെയ്യാൻ, അധർമ്മത്തിൻ്റെ ഭാഗത്ത് നിന്ന് യുദ്ധം ചെയ്യാൻ ആയുധങ്ങളെടുത്ത് തയ്യാറായി നിൽക്കുന്ന സന്ദർഭത്തിൽ ഈ അർജുനൻ അധർമ്മത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന സോൾജിയർ എന്നുള്ള അവസ്ഥയാണ് യുക്തമായ ഒരു അവസ്ഥ. അങ്ങനെ വേണം അർജുനൻ സ്വയം അവനവനെ കാണാൻ. അതിനു പകരം അർജുനൻ വിചാരിക്കുന്നു ഞാൻ കൊച്ചുമകനാണ്. ഭീഷ്മർ അങ്ങനെ വിചാരിക്കുന്നില്ല, ദ്രോണരും അങ്ങനെ വിചാരിക്കുന്നില്ല. ഞാൻ ഈ ദ്രോണരുടെ അരുമശിഷ്യനാണ്. ഇതാണ് മോഹം. ഈ മോഹത്തിൻ്റെ, ഈ കൺഫ്യൂഷൻ്റെ, ഈ തെറ്റിദ്ധാരണയുടെ, മനസ്സിൻ്റെ ഈ ഒരു മറിച്ചിലിൻ്റെ ഫലമായി അർജുനൻ തീവ്രമായ മാനസ സന്താപം അനുഭവിക്കുന്നു, ശോകം. അപ്പം ഇതാണ് ശോകവും മോഹവും. മോഹത്തിൻ്റെ ഫലമായി ശോകമുണ്ടാകുന്നു. അങ്ങനെ യുദ്ധം ചെയ്യുക എന്നുള്ളതാണ് അർജുനൻ്റെ ധർമ്മം, ഈ സോൾജിയറുടെ ധർമ്മം. ആ ധർമ്മം അധർമ്മമാണ് എന്ന് അർജുനൻ വിചാരിക്കുന്നു. യുദ്ധത്തിൽ നിന്ന് പിന്തിരിയുക എന്ന് പറയുന്നത് ഒരു സോൾജിയറെ സംബന്ധിച്ചിടത്തോളം അധർമ്മമാണ്. പക്ഷേ ആ അധർമ്മമാണ് ഇവിടെ താൻ ചെയ്യേണ്ടത്, അതാണ് ധർമ്മം എന്ന് അർജുനൻ വിചാരിക്കുന്നു. ഇങ്ങനെ ഈ അർജുനൻ്റെ മനസ്സിലുണ്ടാകുന്ന ഈ കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥ, ഈ അവസ്ഥയിൽ നിന്ന് അർജുനനെ രക്ഷിക്കാൻ ഒറ്റ മാർഗമേ ശ്രീഭഗവാൻ കാണുന്നുള്ളൂ. അതെന്താണ്? അർജുനൻ്റെ മനസ്സിന് ജ്ഞാനമുണ്ടാകണം. മനസ്സിൻ്റെ ഈ മോഹം മാറി, അവിവേകം മാറി, ശരിയായ വിവേകമുണ്ടാകണം, ശരിയായ തിരിച്ചറിവുണ്ടാകണം. ഈ തിരിച്ചറിവുണ്ടാകണമെങ്കിൽ ആദ്യം താൻ ആരാണ് എന്ന ശരിയായ അറിവുണ്ടാകണം. ഞാൻ ആത്മാവാണ്, ഞാൻ ശരീര മനസ്സുകളല്ല, ആത്മാവാണ് എന്ന ജ്ഞാനമാണ് ഭഗവത്ഗീതയെ സംബന്ധിച്ച് ജ്ഞാനം. അല്ലാതെ നമ്മൾ ഏതെങ്കിലും ഇൻഫർമേഷൻ, ഇപ്പോൾ ഒരു ജനറൽ നോളജ് നല്ലപോലെ അരച്ചു കലക്കി കുടിച്ചിട്ടുള്ള ഒരാൾ ജ്ഞാനിയാണ് എന്ന് ഭഗവത്ഗീത പറയില്ല. ഭഗവത്ഗീതയെ സംബന്ധിച്ച് ജ്ഞാനം എന്ന് പറഞ്ഞാൽ തൻ്റെ ശരീര മനസ്സുകളുടെ പ്രവർത്തനം എന്താണെന്ന് അറിയുക. ഈ ശരീര മനസ്സുകളിൽ നിന്ന്, അത് പ്രവർത്തനം എന്താണെന്ന് അറിയുമ്പോൾ തന്നെ ഈ ശരീര മനസ്സുകളിൽ നിന്ന് വ്യത്യസ്ത സ്വഭാവത്തോടു കൂടിയ ആ സെൽഫ് ഒബ്സർവർ, ആ അവനവനെ തന്നെ നിരീക്ഷിക്കുന്ന തൻ്റെ ഉള്ളിലുള്ള നിരീക്ഷകനായ ആത്മാവിനെ അറിയാൻ കഴിയും. അങ്ങനെ ആ ആത്മാവിനെ ശരീര മനസ്സുകളിൽ നിന്ന് വേറിട്ടറിയുക എന്നതാണ് ഭഗവത്ഗീതയെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനം. ഈ ജ്ഞാനസമ്പാദനത്തിന് ഒരാൾ വെറുതെ ഇങ്ങനെ കണ്ണടച്ചിരുന്നാൽ അതുണ്ടാവില്ല എന്നാണ് ശ്രീഭഗവാൻ ഇതിനു മുമ്പുള്ള ശ്ലോകത്തിൽ പറഞ്ഞത്. ന കർമ്മണാം അനാരംഭാത് നൈഷ്കർമ്മ്യം പുരുഷഃ അശ്നുതേ. ഈ കർമ്മണാം അനാരംഭാത്, കർമ്മത്തിൽ ഏർപ്പെടുന്നില്ല എന്നതുകൊണ്ട്, ഞാൻ കർമ്മത്തിലൊന്നും ഏർപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ട് ഒരാൾക്ക് നൈഷ്കർമ്മ്യം, അതായത് ആഗ്രഹങ്ങളെല്ലാം അടങ്ങിയതിൻ്റെ ഫലമായി
ഇനിയും കർമ്മങ്ങൾ ചെയ്യേണ്ടതില്ല എന്ന അവസ്ഥയാണ്. ആ മനസ്സിൻ്റെ നിത്യമായ ഒരു സംതൃപ്തിയാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, തൃപ്തമായി ഒരുവിധം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരാൾ വീണ്ടും ഭക്ഷണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും വേണ്ട ഞാൻ കഴിച്ചു എന്ന് പറയും. അപ്പോൾ ഭക്ഷണം കഴിച്ച് തൃപ്തിയായി കഴിഞ്ഞാൽ, പക്ഷേ ഈ ഭക്ഷണത്തിൻ്റെ കാര്യം 2 മണിക്കൂർ 3 മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഭക്ഷണം വേണം തോന്നും. അതാണ് ഭക്ഷണത്തിൻ്റെ കാര്യം. പക്ഷേ ആത്യന്തിക ദുഃഖനിവൃത്തി ഉണ്ടായിക്കഴിഞ്ഞാൽ, ആത്യന്തിക ദുഃഖനിവൃത്തി ഉണ്ടായാൽ പിന്നെ ഒരിക്കലും ദുഃഖം തിരിച്ചു വരില്ല. ആ അവസ്ഥയാണ് ജ്ഞാനിയുടെ അവസ്ഥ. അങ്ങനെ ഒരു ജ്ഞാനിയുടെ അവസ്ഥയാണ് നൈഷ്കർമ്മ്യം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു നൈഷ്കർമ്മ്യം ഒരാൾക്ക് നേടാൻ വെറുതെ കർമ്മം ചെയ്യാതിരിക്കുക എന്ന് പറയുന്ന അവസ്ഥ കൊണ്ട് ഫലമില്ല. അഥവാ നച സന്യസനാദേവ സിദ്ധിം സമധിഗച്ഛതി. തൻ്റെ കർത്തവ്യമായി വരുന്ന കർമ്മങ്ങളെ സന്യസിച്ചതുകൊണ്ട്, ഉപേക്ഷിച്ചതുകൊണ്ട്. ഒരാളെ സംബന്ധിച്ച് ജീവിതത്തിൽ ധാരാളം കർത്തവ്യങ്ങളുണ്ട്. ഞാൻ ജ്ഞാനിയാണ്, അഥവാ ഞാനിപ്പോൾ ജ്ഞാനിയാകാൻ പോകുന്നയാളാണ്, അതുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്നാരെങ്കിലും വിചാരിച്ചു എന്നുള്ളത് കൊണ്ട് അയാൾക്ക് ഈ ജ്ഞാനം, അതാണ് സിദ്ധി. ഏറ്റവും വലിയ നേട്ടം സിദ്ധി. അതെന്താണ്? ജ്ഞാനമാണ്, ഈ ആത്മജ്ഞാനമാണ്. കാരണം ആത്മജ്ഞാനത്തിലൂടെയാണ് ആത്യന്തിക ദുഃഖനിവൃത്തി ഉണ്ടാവുക. ശരീരമനസ്സുകളിൽ നിന്ന് വ്യത്യസ്തനായ ആത്മചൈതന്യത്തെ, അവനവനെ നോക്കിക്കാണുന്ന ഈ ആത്മചൈതന്യത്തെ അറിയുമ്പോഴാണ് ഈ പറയുന്ന സിദ്ധി, നേട്ടം. അതാണ് ആത്യന്തിക ദുഃഖനിവൃത്തി. ആ ആത്യന്തിക ദുഃഖനിവൃത്തി, ആത്യന്തിക സുഖം ഒരാൾക്ക് അങ്ങനെ തൻ്റെ കർത്തവ്യങ്ങളൊക്കെ ഉപേക്ഷിച്ചു എന്നുള്ളത് കൊണ്ട് ഉണ്ടാവില്ല. എന്താണ് കാരണം? ഒരാൾ കർമ്മം ചെയ്യണ്ട എന്ന് വിചാരിച്ചാലും അയാൾക്ക് കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല. എപ്പോഴും അയാളുടെ മനസ്സും അതുപോലെ ശരീരവും പല കർമ്മങ്ങളിലും എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ഓരോരോ കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ ഈ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവസ്ഥ. കാരണം ഈ നമ്മുടെ ശരീരത്തിലും മനസ്സിലും സൂക്ഷ്മമായ വാസനകളുണ്ട്. വാസന എന്ന് പറഞ്ഞാൽ സ്ലീപ്പിംഗ് ടെൻഡൻസീസാണ്. സൂക്ഷ്മമാണ്, നമുക്ക് കാണാൻ കഴിയില്ല, അറിയാൻ കഴിയില്ല. നമ്മുടെ ശരീരത്തിലും മനസ്സിനുമുള്ള ഈ മെമ്മറികളാണ്. ഈ മെമ്മറികൾ എന്ന് പറയുന്നത് ഇതിനു മുമ്പ് ഭൂതകാലത്തിൽ, ഒന്നുകിൽ ഈ ജന്മത്തിൽ തന്നെ അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള ജന്മങ്ങളിൽ നമ്മൾ അനുഭവിച്ച് നമ്മുടെ മനസ്സിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന, ഓൾറെഡി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ടെൻഡൻസികളാണ് ഈ വാസനകൾ എന്ന് പറയുന്നത്. ഈ വാസനകളാണ് നമ്മളെ എല്ലാ പ്രവൃത്തിക്കും കാരണമായിത്തീരുന്നത്. ഈ വാസനകളാണ് നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾക്ക് കാരണം. നന്മയോടുള്ള താല്പര്യം, അതേപോലെ അത്യാഗ്രഹം, അതേപോലെ തിന്മയോടുള്ള താല്പര്യം, ഇങ്ങനെ നമ്മുടെ മനസ്സിൽ പലതരത്തിൽ, അതാണ് സത്വഗുണവും രജോ ഗുണം തമോ ഗുണമൊക്കെ വരുന്നത്. ഇതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള ഈ വാസനകളിൽ നിന്ന് നമ്മൾ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. നമ്മുടെ അന്ധക്കരണത്തിന്, അതായത് അന്തരിന്ദ്രിയം എന്ന് പറയുന്ന മനസ്സിന് 4 അറകളുണ്ട്. അതിൽ ഒന്നാമത്തെ അറയാണ് നമ്മൾ ഈ ഇന്ദ്രിയങ്ങളിലൂടെ ഇൻഫർമേഷൻ സ്വീകരിക്കുക, എന്നിട്ട് അതിനെക്കുറിച്ച് നമുക്ക് സംശയങ്ങളും ചിന്തകളും, അങ്ങനെ ആ കോഗ്നിറ്റീവ് പ്രോസസ്സൊക്കെ നടക്കുന്നത് ഈ മനസ്സ് എന്ന് പറയുന്ന അറയിലാണ്. അതുപോലെ ഇങ്ങനെ നമുക്ക് സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഓൾറെഡി ശേഖരിച്ചു വെച്ചിരിക്കുന്ന അറിവിൻ്റെ ഫലമായി ഓൾറെഡി ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഓർമ്മകളെ ഉപയോഗിച്ച് ഒരു തീരുമാനമെടുക്കുന്ന ആ ഘടകമാണ് ബുദ്ധി എന്ന് പറയുന്നത്. ആ ബുദ്ധിയാണ് തീരുമാനമെടുത്ത് ഒരു കർമ്മത്തിൽ ഏർപ്പെടുന്നത്. ഏത് കർമ്മത്തിൽ ഏർപ്പെടണമെങ്കിലും അതിന് മുമ്പൊരു തീരുമാനം വേണം. അതുകൊണ്ട് ഈ ബുദ്ധിയാണ് യഥാർത്ഥത്തിൽ കർത്താവ് എന്ന് നമുക്ക് പറയാം. കാരണം ഒരു കർമ്മം ചെയ്യണമെങ്കിൽ ഈ ബുദ്ധിയുടെ തീരുമാനം വേണം. അപ്പോൾ അതാണ് ബുദ്ധി എന്ന് പറയുന്ന അന്ധക്കരണത്തിൻ്റെ 2ാമത്തെ ഘടകം. അതേപോലെ 3ാമത്തെ ഘടകമാണ് ഞാൻ എന്ന തോന്നൽ. യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായ എൻ്റെ ഈ ശരീരത്തിനും മനസ്സിനും ഞാൻ എന്ന ഒരു ഇൻഡിവിജ്വൽ ഫീലിംഗ് ഉണ്ടല്ലോ. മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ എന്ന ഒരു പ്രത്യേക എൻറ്റിറ്റി എന്ന ഒരു തോന്നൽ എനിക്കുണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തിബോധം, ആ വ്യക്തിബോധത്തിനാണ് നമ്മൾ അഹങ്കാരം, ഞാൻ എന്ന തോന്നൽ, അഹങ്കാരം എന്ന് പറയുന്നത്. ഇത് മനസ്സിൻ്റെ 3ാമത്തെ അറയാണ്. അപ്പോൾ മനസ്സുണ്ട്, കോഗ്നിറ്റീവ് പ്രോസസ്സ്, ചിന്തകളും സംശയങ്ങളും സങ്കല്പങ്ങളും ഒക്കെയുള്ള ഈ മനസ്സുണ്ട്. പിന്നെ ഈ സംശയങ്ങൾക്കൊക്കെ അറുതി വരുന്ന തരത്തിൽ നമ്മുടെ
സ്മരണകളെയും ഒക്കെ ഉപയോഗിച്ച് തീരുമാനമെടുക്കുന്ന ബുദ്ധി ഉണ്ട് രണ്ടാമത്തെ അറ. മൂന്നാമത് ഞാൻ എന്നുള്ള മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ എന്ന ഒരു എൻറ്റിറ്റി എനിക്ക് തോന്നുന്നു, എൻ്റെ ഈ ശരീരം മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് തോന്നുന്നു. ആ ഞാൻ എന്ന വ്യക്തിബോധം ഉണ്ടാക്കി തരുന്നതാണ് ഈ അഹങ്കാരം. പിന്നെ നാലാമതൊന്നുള്ളതാണ് ചിത്തം. ഈ ചിത്തത്തിലാണ് അനവധി നമ്മുടെ പാരമ്പര്യമനുസരിച്ച് കോടാനുകോടി ജന്മങ്ങളായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ഈ അന്ധക്കരണമാണ് ഈ ജന്മങ്ങളിലൂടെ കടന്നു വരുന്നത്. ആ ഓരോ ജന്മത്തിലും പുതിയ പുതിയ വാസനകൾ ഇങ്ങനെ സ്വീകരിക്കുകയാണ്. അങ്ങനെ അത് സ്വീകരിച്ച് നമ്മുടെ ഉള്ളിൽ ഈ ഒരു ചിത്തം, ഈ ചിത്തത്തെയാണ് 19-ാം നൂറ്റാണ്ടിൽ ഫ്രോയിഡ് ഈ മനഃശാസ്ത്രത്തിന് കൂടുതൽ വിപുലീകരണം കൊടുക്കുന്ന സമയത്ത് ഈ നമ്മുടെ ഈ പൗരസ്ത്യ ചിന്തകളിലെ ഈ ചിത്തം അഥവാ സ്റ്റോറേജ് കോൺഷ്യസ്നസ്, ആകരപ്രജ്ഞ എന്ന് അഥവാ കർമാശയം എന്ന് യോഗസൂത്രത്തിൽ പറയുന്ന ഈ ഒരു ആസ്പെക്റ്റിനെയാണ് അൺകോൺഷ്യസ് മൈൻഡായി അവതരിപ്പിച്ചത്. അത് വേറൊരു വിഷയം, അതിലേക്ക് പോകണ്ട. ഏതായാലും ഇങ്ങനെ ഈ അന്ധക്കരണത്തിനുള്ള ഈ 4 ഘടകങ്ങളിൽ ഈ ചിത്തത്തിലാണ് നമ്മുടെ ഓർമ്മകളെല്ലാം നമ്മൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. ഈ ഓർമ്മകളാണ്, ഈ സൂക്ഷ്മമായ ടെൻഡൻസികളാണ് ഉണർന്ന് ഓരോരോ സമയത്ത് നമ്മളെ കർമ്മങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത്. അതാണ് ശ്രീ ഭഗവാൻ ഇവിടെ പറയുന്നത്, നഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ഠത്യകർമ്മകൃത് കാര്യതേ ഹ്യവശഃ കർമ്മ സർവ പ്രകൃതിജൈർഗുണൈഃ ന ഹി കശ്ചിത് ക്ഷണമപി. കശ്ചിത് യാതൊരു വ്യക്തിക്കും ക്ഷണമപി ക്ഷണനേരം പോലും, ക്ഷണനേരം എന്ന് പറഞ്ഞാൽ 1000 താമരപ്പൂ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് നല്ല ശക്തിയുള്ള ഒരാൾ ഒരു സൂചി കൊണ്ട് അതിനെ ഇങ്ങനെ കുത്തുമ്പോൾ ഒരു താമര ഇതളിൽ നിന്ന് രണ്ടാമത്തെ താമര ഇതളിലേക്ക് ഈ സൂചിയുടെ അഗ്രം കടന്നു പോകുന്ന ആ സമയത്തിനാണ് ക്ഷണം. എത്ര ചെറിയ സമയമാണെന്ന് ആലോചിച്ച് നോക്കൂ. അതിനാണ് ക്ഷണം എന്ന് പറയുന്നത്. ആ ക്ഷണനേരം പോലും കശ്ചിത് യാതൊരു വ്യക്തിക്കും ജാതു ഒരിക്കലും അകർമ്മകൃത് തിഷ്ഠതി, അകർമ്മകൃത്തായിട്ട് നിൽക്കുക എന്നുള്ളത്, അത് ന തിഷ്ഠതി. ഒരാൾ അകർമ്മകൃത്തായിട്ട് നിൽക്കുകയില്ല എന്നർത്ഥം. അകർമ്മകൃത്തായിട്ട് നിൽക്കുക എന്നത് പറ്റുന്ന കാര്യമല്ല എന്ന് ഹി എന്നുള്ളത് ഡെഫിനിറ്റായിട്ട് പറയുന്നതാണ്. ന തിഷ്ഠതി ഹി എന്ന്. ഒരാൾ അകർമ്മകൃത്ത് ന തിഷ്ഠതി ഹി, അകർമ്മകൃത്തായിട്ട് നിൽക്കുകയില്ല തന്നെ എന്ന് ഉറപ്പിച്ച് പറയുകയാണ് ശ്രീ ഭഗവാൻ. കശ്ചിത് യാതൊരു വ്യക്തിയും. അതാണ് എന്തുകൊണ്ടാണ് കാര്യതേ ഹി അവശഃ കർമ്മ. ഹി ഇവിടെ ഹി എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടെന്നാൽ, ഹി എന്തുകൊണ്ടെന്നാൽ കർമ്മകാര്യതേ കർമ്മം ചെയ്യുന്നു. എങ്ങനെ? പ്രകൃതിജൈഹി ഗുണൈഹി അവശഃ, പ്രകൃതിജമായ ഗുണങ്ങളാൽ അവശന്മാരായിട്ട് സർവഹ എല്ലാ മനുഷ്യരും, സർവഹ എല്ലാവരും എന്നാണ് പറഞ്ഞത്. ഏതെങ്കിലും ഒരു വിഭാഗത്തിലുള്ളവരെ മാത്രമല്ല. ഭഗവത്ഗീത എപ്പോഴും മനുഷ്യരെ പരാമർശിക്കുമ്പോൾ സർവ എന്നാണ്, എല്ലാവരും എന്നാണ് പറയുക. അല്ലെങ്കിൽ മാനവ എന്നൊക്കെയാണ് പറയുക. അതായത് എല്ലാ മനുഷ്യരെയും ഒരുമിച്ചാണ്. ഇത് മനുഷ്യർക്ക് വേണ്ടിയാണ് ഭഗവത്ഗീത പറയുന്നത്. എല്ലാ മനുഷ്യൻ്റെയും മനസ്സിനെ കുറിച്ചാണ് ഭഗവത്ഗീത പറയുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക മനുഷ്യൻ്റെ മനസ്സ് അല്ലെങ്കിൽ ഇന്ന പ്രത്യേക വിഭാഗത്തിന് ഉപയോഗപ്രദം അങ്ങനെയല്ല. ഏതെങ്കിലും ഒരു പ്രത്യേക രാജ്യത്തിലേക്കോ ഏതെങ്കിലും ഒരു പ്രത്യേക കാലത്തേക്കോ ഒന്നുമല്ല. എല്ലാ കാലത്തേക്കും ഉള്ള മനുഷ്യ മനസ്സ്, എല്ലാ രാജ്യങ്ങളിലുള്ള മനുഷ്യ മനസ്സ്, എല്ലാ വിഭാഗങ്ങളിലുള്ള മനുഷ്യ മനസ്സ്, എല്ലാവരെയും കുറിച്ചാണ് ഭഗവത്ഗീത പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് സർവഹ എല്ലാവരും തന്നെ പ്രകൃതിജൈഹി ഗുണൈഹി, പ്രകൃതിജമായ ഗുണങ്ങളാൽ, പ്രകൃതിയിലുള്ള, നേരത്തെ പറഞ്ഞല്ലോ പ്രകൃതിയും പുരുഷനുമുണ്ട്. ഇതിൽ പ്രകൃതിയുടെ ഭാഗമാണ് ശരീര മനസ്സുകൾ. ഈ പുരുഷനാണ് ആത്മാവ്.
ഈ ആത്മാവിനെ അറിയാൻ കഴിയുള്ളൂ. മറ്റേ പ്രകൃതി ജഡമാണ്. ജഡമായതുകൊണ്ട് ജഡത്തിന് എന്താ പ്രത്യേകത? ജഡത്തിന് അറിയാൻ കഴിയില്ല. ജഡമായതിന് അറിയാൻ കഴിയില്ല. ജീവനുണ്ടെങ്കിലേ അറിയാൻ കഴിയുള്ളൂ. ഈ ജീവനുള്ളത് ഈ പുരുഷനാണ്, അഥവാ ആത്മാവാണ്. ആത്മാവും പ്രകൃതിയും, ഇതിൽ ഈ പ്രകൃതിയാണ് സത്വരജസ് തമോ ഗുണങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഈ സത്വരജസ് തമോ ഗുണങ്ങളെ ഈ പ്രകൃതി ഉൽപ്പാദിപ്പിക്കുന്നു. അഥവാ പ്രകൃതി എന്ന് പറയുന്നത് സത്വരജസ് തമോ ഗുണങ്ങളോട് കൂടിയതാണ്. ആ പ്രകൃതിയിൽ നിന്നുള്ള സത്വരജസ് തമോ ഗുണങ്ങളുടെ പ്രേരണ കൊണ്ട് അത് വാസനയായി നമ്മുടെ ഉള്ളിൽ നിരന്തരമായി പ്രേരണയായി പ്രവർത്തിപ്പിക്കുന്നത് കൊണ്ട് അങ്ങനെ അവശന്മാരായിട്ട്, അതായത് അതിൻ്റെ നിയന്ത്രണത്തിൽ പെട്ടുപോയിട്ട്, അതിൻ്റെ നിയന്ത്രണങ്ങൾക്ക് വശംവദരായിട്ട് എല്ലാവരും കർമ്മകാര്യത്തെ, എല്ലാവരും കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാനെന്നാ ഒരു കാര്യം ചെയ്യാം, ഒരു കർമ്മവും ചെയ്യാതിരിക്കാം എന്ന് വിചാരിച്ചാൽ എൻ്റെ ഉള്ളിൽ എനിക്കിഷ്ടമുള്ള വിഷയത്തിലേക്ക് എൻ്റെ മനസ്സ് പോകും. ആ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കരുത് എന്ന് വിചാരിച്ച് ഞാൻ മനസ്സിനെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചാൽ അപ്പം വേറൊരു വിഷയത്തിലേക്ക് പോകും. ഇങ്ങനെ നമ്മുടെ മനസ്സ് അതിൻ്റെ ആ വാസനയ്ക്കനുസരിച്ച്, അതിന് വാസന എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ ടെൻഡൻസിയാണ്. എങ്ങോട്ടാണോ അതിൻ്റെ താല്പര്യം, ആ താല്പര്യത്തിനനുസരിച്ച് അതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് മനസ്സ്. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? നമ്മൾ പുതിയ വാസനകൾ സൃഷ്ടിക്കണം. പുതിയ വാസനകൾ എന്ന് പറയുന്നത് മനസ്സിനെ നിരോധിക്കുന്ന, മനസ്സിനെ ഈ താല്പര്യങ്ങളിൽ നിന്ന് പിൻവലിക്കുന്ന പുതിയ ഒരു വാസന നമ്മൾ സൃഷ്ടിക്കണം. ആ വാസന എന്താണ്? അതാണ് കർമ്മയോഗത്തിൻ്റെ വാസന. കർമ്മയോഗം കൊണ്ട് നമ്മൾ മനസ്സിന് പുതിയ ശീലിപ്പിക്കണം. അല്ലെങ്കിൽ അതിൻ്റെ ശീലമനുസരിച്ച് അത് ഓരോ വിഷയങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനെ നമ്മൾ വിളിച്ചിരുത്തിയിട്ട് മനസ്സ് ഏകാഗ്രമാകണം എന്ന് പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയതുകൊണ്ടൊന്നും കാര്യമില്ല. കാരണം ആ ആളുടെ മനസ്സ് അയാളുടെ വാസനയ്ക്കനുസരിച്ച് പൊയ്ക്കൊണ്ടിരിക്കും. അങ്ങനെ പോകാതിരിക്കണമെങ്കിൽ അയാളിൽ കർമ്മയോഗാനുഷ്ഠാനത്തിലൂടെ, അഭ്യാസത്തിലൂടെ അയാളുടെ ഉള്ളിൽ ഈ പുതിയ ഒരു വാസന, ഡിസിപ്ലിൻ്റേതായിട്ടുള്ള ഒരു വാസന ഉണ്ടാക്കിയെടുക്കണം. ഇത് യോഗസൂത്രത്തിൽ നിരോധ പരിണാമം എന്ന് പറയും. അതായത് വ്യുത്ഥാന നിരോധ സംസ്കാരയോഹോ അഭിഭവ പ്രാദുർഭാവവും നിരോധക്ഷണചിത്താന്വയോ നിരോധ പരിണാമ എന്ന്. വ്യുത്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകളും ഇങ്ങനെ അനാവശ്യമായി എപ്പോഴും പൊങ്ങി വന്നുകൊണ്ടിരിക്കുന്ന ചിന്തകൾ, ഇവയെ നിരോധിക്കുക. അപ്പോൾ ചിന്തകൾ ഇങ്ങനെ ഉണ്ടായി വരുമ്പോൾ അതിനെ ഇങ്ങനെ നമ്മൾ നിരോധിക്കുക. വീണ്ടും ചിന്തകൾ ഉണ്ടാകുമ്പോൾ അതിനെ വീണ്ടും നിരോധിക്കുക. ഇതാണ് ചിത്തവൃത്തി നിരോധം എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ നിരോധനം ചെയ്യുന്നതിൻ്റെ ഫലമായി ഇത് പിന്നെ നമ്മുടെ ഒരു ശീലമായി മാറും. അനാവശ്യമായ ചിന്തകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ തനിയെ അതിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത്, ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ശീലമായി തീരും. അതാണ് നിരോധ പരിണാമം. അങ്ങനെ ഒരു പരിണാമം സംഭവിക്കുമ്പോൾ ഒരു വ്യക്തി, അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നമ്മൾ കണ്ടാൽ അയാളുടെ ഉള്ളിൽ അല്ലാത്ത ഈ വ്യുത്ഥാനങ്ങൾ ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. വ്യുത്ഥാനങ്ങളുണ്ട്, പക്ഷെ അത് ഉണ്ടായി വരുമ്പോൾ തന്നെ അയാൾക്ക് അതിനെ നിരോധിക്കാനുള്ള ശക്തി ഉണ്ടാവും. പക്ഷെ അതിൽ നിന്ന് വീണ്ടും അയാൾക്ക് വളരാൻ സാധിക്കും. അങ്ങനെ വളർന്ന് പല പല ഘട്ടങ്ങളിലൂടെ വളർന്നിട്ടാണ് മനസ്സിൽ ഈ നൈഷ്കർമ്മ്യം എന്ന ആത്യന്തിക ദുഃഖ നിവൃത്തി എന്ന് പറയുന്ന അവസ്ഥയുണ്ടാകുന്നത്. ഇത് മനസ്സിൻ്റെ ഒരു യൂസർ മാനുവലായിട്ടുള്ള ഈ ഭഗവത്ഗീത ഈ ഘട്ടങ്ങളെയൊക്കെ വളരെ മനോഹരമായി നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. അതിനുള്ള ഒരു അതിലേക്കുള്ളൊരു പ്രവേശകമാണ് ഈ അധ്യായം. അതുകൊണ്ടാണ് പറയുന്നത് നഹി കശ്ചിത് ക്ഷണമപി ജാതുതിഷ്ഠത്യകർമ്മകൃത്. ആർക്കും അകർമ്മകൃത്തായിട്ടിരിക്കാനേ പറ്റില്ല. കാരണം എന്താണ്? പ്രകൃതിജൈഹി ഗുണൈഹി അവശഃ സർവ കർമ്മകാര്യതേ എന്നാണ്. കാര്യതേഹി അവശഃകർമ്മ സർവ പ്രകൃതിജൈഹി ഗുണൈഹി. പ്രകൃതിജമായ ഗുണങ്ങളാൽ പ്രേരിതരായിട്ട് എല്ലാവരും കർമ്മം ചെയ്യുന്നു. അപ്പോൾ ഈ കർമ്മം ചെയ്യാതിരുന്നാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ അവസ്ഥ എന്താണ്? കർമ്മം ചെയ്യണ്ട എന്ന് വിചാരിച്ച് കർമ്മത്തിൽ നിന്ന് വിമുഖരായിരുന്നാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ അവസ്ഥ എന്താണ് എന്ന് ഒന്നുകൂടെ വിശദമാക്കുന്നതാണ് അടുത്ത ശ്ലോകം. അതിലേക്ക് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പോകാം. തുടർന്നുള്ള എപ്പിസോഡുകളിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കട്ടെ. നമസ്കാരം.